എല്ലാ സുഹൃത്തുക്കൾക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്കിത് എങ്ങനെ കട്ട് ചെയ്യുക എന്ന് നോക്കാം. ആദ്യം അതിനാവശ്യമുള്ള തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ തുണീൻ്റെ സെൻറ്ററിൽ അതുപോലെ 2 പ്ലീറ്റ് ആദ്യം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്ലീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊണ്ടു നമുക്ക് ആദ്യം നോക്കാം. അതായത് ഇതിൻ്റെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ 22 ഇഞ്ച് ടോട്ടലി തുണി ഉള്ളൂ. 21 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ആകെ. പിന്നെ ഇതിൻ്റെ ഈ 2 പ്ലീറ്റ് ഉണ്ടല്ലോ, ഇത് എങ്ങനെ അടിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഇതുപോലെയാണ് ഇതിൻ്റെ പ്ലീറ്റ് അടിച്ചിരിക്കുന്നത്. ഇത് ഉൾഭാഗത്തേക്ക് ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്തിക്കാണ്ട് ആദ്യം സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ആ പ്ലീറ്റ് ഇങ്ങോട്ട് പതിച്ച് വെച്ചിക്കാണ്ട് അയൺ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ആ പ്ലീറ്റ് അടിച്ചിക്കേണ്ട തുണി എത്ര ഇഞ്ചിലാന്ന് വെച്ചാൽ ഈ അടിഭാഗത്തൊരു ബോർഡർ വരുന്നുണ്ട്. ഇതാവും ഒരു ബോർഡർ ഉണ്ട്, അതിൻ്റെ ലെങ്ത്ത് 22ആണ്. ആ 22 ഇവിടെ തുണി എടുത്തിട്ട് ആ 22 അത്രയും ലെങ്ത്ത് ഇതിൻ്റെ ഷോൾഡറിൻ്റെ അളവൊക്കെ ചെറുതാക്കിയിരിക്കുകയാണ്. ഷോൾഡർ 8 ഇഞ്ചാണ്. ആ ഷോൾഡറിൻ്റെ അളവക്ക് അടിയിലുള്ള ബോർഡറിൻ്റെ ലെങ്ത്ത് 22 ഇഞ്ചാണ്. ആ 22 ഇഞ്ച് മേലത്തെ ഈ ഷോൾഡറിൻ്റെ ആ ലൂസ് ഷോൾഡറിൻ്റെ അളവക്ക് ചെറുതാക്കിക്കുക. അത്രയും തുണി ഇവിടെ പ്ലീറ്റ് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഇതുവരെ അടിച്ചിട്ടുള്ളൂ. ഒരു 6 ഇഞ്ച് അടിച്ചിട്ട് ഇതുപോലെ ആ തുണി 2 സൈഡിൽ ഒരേപോലെ 2 ഭാഗത്തേക്കും ഒരേപോലെ ആ ഫോൾഡിങ് വരുന്ന രൂപത്തിൽ പതിച്ച് വെച്ചുകൊണ്ട് ആണ് അയൺ ചെയ്തിരിക്കുക. ഈ കാണുന്ന പോലെ. ഇപ്പോൾ ഇതിൻ്റെ വീതി ഈ ഷോൾഡറിൻ്റെ ഈ 2 പ്ലീറ്റിൻ്റെ അടിയിലുള്ള വീതി 8 ഇഞ്ചുള്ളൂ. 4 ഇഞ്ച് കറക്റ്റ് അങ്ങോട്ടും 4 ഇഞ്ച് ഇങ്ങോട്ടും കറക്റ്റ് 8 ഇഞ്ചാണ് ഇത് രണ്ടിൻ്റെ അടിയിലുള്ള വീതി. ഓക്കെ, നമ്മളെ ഷോൾഡറിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചുമാണ്. ആ 8 ഇഞ്ചിൻ്റെ അടിയിൽ വരണം ഈ 2 പ്ലീറ്റും അടിക്കുന്നത്. അതായത് നമ്മളെ ആ ടോപ്പിൻ്റെ ചെസ്റ്റിൻ്റെ സെൻറ്ററിൽ കൂടിയാണ് ആ പ്ലീറ്റ് വരിക അടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതേപോലെ തന്നെ ബാക്കും ഫ്രണ്ടും ഇതേപോലെ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട് ഈ കാണുന്ന രൂപത്തിൽ. ഇത് കട്ട് ചെയ്യുന്നതിന് മുമ്പ് പ്ലീറ്റ് ഇട്ടാലാണ് ഏറ്റവും വൃത്തിയാവുള്ളൂ. ഓക്കെ, ഈ ഫ്രണ്ടിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പീസുമേയും അതേപോലെ അതേ അളവിൽ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ. ഓക്കെ, ബാക്കും ഫ്രണ്ടും ഒരുപോലെ ആദ്യം തന്നെ പ്ലീറ്റ് ഇട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ്, പ്ലീറ്റൊക്കെ കറക്റ്റാണ്. ഇനി ഫസ്റ്റ് അതിൻ്റെ ഫ്രണ്ട് എടുക്കണം കേട്ടോ. ഫ്രണ്ട് എടുത്തിട്ട് കറക്റ്റ് സെൻറ്ററിലാണ് ഫോൾഡ് ചെയ്യുക. ഈ 2 പ്ലീറ്റിൻ്റെയും പ്ലീറ്റ് അടിച്ച ഈ സ്റ്റിച്ചിങ് വരേണ്ട ആ 2ൻ്റെയും സെൻറ്ററിൽ ഉള്ള മാർക്കിംഗ് ആണിത്. ആ വിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് ഞാൻ. അതേപോലെ ആ ബോർഡറിൻ്റെയും കറക്റ്റ് സെൻറ്ററിൽ, ആ തുണീൻ്റെ കറക്റ്റ് സെൻറ്ററിൽ, ആ പ്ലീറ്റിൻ്റെയും കറക്റ്റ് സെൻറ്ററിൽ മാർക്ക് ചെയ്ത് ആ മാർക്കിങ്ങിൽ ആ 2 പ്ലീറ്റും ഒപ്പം വരുന്ന രൂപത്തിൽ ഫോൾഡ് ചെയ്തിടുക. ഇതേപോലെ കറക്റ്റായിട്ട്. ഇപ്പോൾ ഈ ചെയ്യണ അതേപോലെ കേട്ടോ. ഇവിടെയും 2 പ്ലീറ്റും ഒപ്പം വരണം, ഇവിടെയും കറക്റ്റായിട്ട് വരണം കേട്ടോ. 2 പ്ലീറ്റും കറക്റ്റായിട്ട് കിടക്കണം. ഇനി അടുത്തതിൻ്റെ ഷോൾഡർ മാർക്ക് ചെയ്യാം കേട്ടോ. ഷോൾഡർ വരുന്നത് 8 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ് 4.25. അത് കറക്റ്റ് ഇവിടെ മാർക്ക് ചെയ്യുക. കുറച്ചടി ഭാഗത്തും അതേ 4.25 മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ ഒരു ലൈന് വരച്ചെടുക്കുക. ഓക്കെ, ഇനി മുകൾ ഭാഗത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് കറക്റ്റ് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ചെറിയൊരു ഷേപ്പ് വരയ്ക്കുക ഈ കഴുത്തിൻ്റെ സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഇതേപോലെ. ഓക്കെ, ഇനി ഇതിൻ്റെ റിഗാള് മാർക്ക് ചെയ്യണേ. അതൊരു 4 ഇഞ്ച്. എന്നിട്ട് അവിടെ ഇതുപോലൊരു ചെറിയൊരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 21ആണ്. 21ൻ്റെ ഹാഫ് 10.5. അതോടെ മാർക്ക് ചെയ്യണം. 10.5, ഒരു 1 ഇഞ്ച് എക്സ്ട്രാ തുമ്പും. ഓക്കെ, ഇനി ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുക. അടിഭാഗത്ത് ഇങ്ങനെ വരയ്ക്കുക. ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകേണ്ട മാർക്കിങ്. ഫസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ട മാർക്കിങ്. ഇവിടെ റിഗാളിൻ്റെ അവിടെയും ഇതേപോലെ ഷേപ്പ് വരച്ചു. ഇനി കട്ട് ചെയ്യണം കേട്ടോ. കറക്റ്റ് റിഗാളൊക്കെ കറക്റ്റ് വെച്ചിട്ട് ആ ഷേപ്പിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്യുക. അതുപോലെ കട്ട് ചെയ്തിട്ടോ. ഇനി ഇതുപോലെ വരും. കറക്റ്റ് ആ സെൻറ്ററിൽ നിന്ന് 2 സൈഡ് എടുക്കുമ്പോൾ ആ പ്ലീറ്റിൻ്റെ അകലം കറക്റ്റ് ആയിരിക്കണം. 2 പ്ലീറ്റ് ഫ്രണ്ടിൽ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പീസും ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട്
ഈ ഫ്രണ്ട് വെച്ചുകൊണ്ട് അതിന് സ്കെച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സെയിം ഇതേമാതിരി അത് മാർക്ക് ചെയ്യൊന്നും വേണ്ട. ഈ ഫ്രണ്ട് വെച്ചതിന് മുകളിൽ കറക്റ്റ് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ആ പ്ലീറ്റൊക്കെ കറക്റ്റായിട്ട് വരണമെന്ന് മാത്രം. അങ്ങനെ അതിന് കറക്റ്റായിട്ട് സ്കെച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ വരും ബാക്ക് ഫ്രണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാണ്. ഒരു സാൻഡോണ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലൈനിങ് ഇനി കറക്റ്റ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് അത് ഒന്നും കൂടെ സെൻറ്ററിൽ ഫോൾഡ് ചെയ്യാണ്. എന്നിട്ട് ആ ഫ്രണ്ട് പീസ് ആദ്യമേ വെച്ച് കറക്റ്റായിട്ട് ഓക്കെ റിഗാളിൻ്റെ അവിടെയൊക്കെ കറക്റ്റായി കട്ട് ചെയ്ത് ഇവിടുന്ന് കുറച്ച് ഫ്ലയർ കൊടുക്കുകയാണ്. ലൈനിങ് മാത്രം കുറച്ച് ലൂസിലിട്ട് കൊടുത്തു. ഓക്കെ ഇതേപോലെ സെൻറ്ററിൽ ഒരു വട്ടം കൊടുത്തു. ഓക്കെ ഇനി നമ്മളിത് അടിക്കുകയാണ്. ഇത് നമ്മളെ ഫ്രണ്ടാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് ഫ്രണ്ട്, ഇതതിൻ്റെ ഉൾഭാഗമാണ്. ഇവിടുന്ന് ഇതുവരെ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പീസ് രണ്ട് സൈഡിലും ഒരേപോലെ ഇങ്ങനെ മടക്കി വെച്ചിക്കാണ്ട് അയൺ ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഇനി ഇതിൽ ലൈനിങ്ങുമ്പോൾ ഈ ഫ്രണ്ട് വെച്ചിക്കാണ്ട് സ്റ്റിച്ച് ചെയ്യാണ്. കറക്റ്റായിട്ട് അതിൻ്റെ ലൈനിങ്ങുമ്പോൾ വെക്കുക. എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് പോരുകയാണ്. അങ്ങനെ കറക്റ്റായിട്ട് അടിക്കുക. ഇത് ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് കുറച്ച് ഒരു അരഞ്ചൊക്കെ കുറച്ച് കൂടുതലിട്ട് കട്ട് ചെയ്താൽ മതി ഈ ഷോൾഡറിൻ്റെ അവിടേക്ക്. പിന്നെ അത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ വൃത്തി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഈ റിഗാളിൻ്റെ അവിടെ നിന്ന് ഒരു ഏകദേശം ഒരു ഇത്ര അടിച്ച് നിർത്തുക. ഇതിൻ്റെ അടിയിലേക്ക് അടിക്കരുത്. ആ റിഗാൾ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2 ഇഞ്ച് ഈ മാർക്കിംഗ് ഇല്ലേ, ഈ മാർക്കിംഗ് വരെ അടിച്ചെടുത്തുക. കാരണം ഇതിൻ്റെ സൈഡ് കൂട്ടുമ്പോൾ ഇതിൻ്റെ ലൈനിങ് വേറെയും ഈ ഫ്രണ്ട് പീസ് വേറെ ആയിട്ടാണ് കൂട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ആ എക്സ്ട്രാ ഉള്ളതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കുക. കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലെവലാക്കുക ഉണ്ടെങ്കിൽ ഇത് ലെവലാക്കി കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് കുറച്ചൊരു അരഞ്ചൊക്കെ എക്സ്ട്രാ ഇട്ട് കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഷോൾഡർ ഇതുവരെ അടിച്ചിട്ട് കട്ട് ചെയ്ത് ക്ലിയർ ആക്കിയാൽ മതി. ഓക്കെ എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ഫോൾഡ് ചെയ്ത് സെൻറ്ററിൽ വിട്ടിട്ട് കൊടുക്കണം കേട്ടോ. ഒരു മാർക്കിങ് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ കഴുത്ത് മാർക്ക് ചെയ്യാണ്. ഒരു 3.5 ഇഞ്ച് ഇതിന് കഴുത്ത് ഇടണുള്ളൂ. അപ്പോൾ സെൻറ്ററിൽ നിന്ന് 1.25 ഇഞ്ച് അങ്ങോട്ടും 1.25 ഇങ്ങോട്ടും അങ്ങനെ ഒരു 3.5 ഇഞ്ച്. ഓക്കെ എന്നിട്ട് ആ കറക്റ്റ് ആ മാർക്കിങ്ങിൽ വിട്ടിട്ടുകൊണ്ട് അവിടെ ഒരു കഴുത്ത് കട്ട് ചെയ്യാണ്. പിന്നെ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിലോ കട്ടിങ്ങിലോ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നിട്ട് ബന്ധപ്പെട്ടാൽ മതി. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ബന്ധപ്പെട്ടാൽ ഞാൻ നിങ്ങളുടെ ഡൗട്ട് എന്തായാലും ഞാൻ ക്ലിയർ ആക്കി തരാം കേട്ടോ. ഞാൻ കഴുത്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ എന്നിട്ട് ഇത് ഫ്രണ്ടാണ് കേട്ടോ. എന്നിട്ട് ഈ കഴുത്തും ഈ ലൈനിങ്ങും കറക്റ്റ് വെച്ചുകൊണ്ട് കഴുത്തിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആ ലൈനിങ് അവിടെ ഒന്ന് തെന്നി ആവാതിരിക്കാനാണ് കറക്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് എടുക്കുകയാണ്. ബാക്ക് സൈഡിൽ അതേപോലെ തന്നെ കഴുത്തിന് മാർക്ക് ചെയ്യുക. നമ്മൾ ആ 3.5 ഇഞ്ച് കഴുത്ത് മാർക്ക് ചെയ്തില്ല സെൻറ്ററിൽ നിന്ന്, അതേപോലെ കറക്റ്റായിട്ട് ഫ്രണ്ട് മാർക്ക് ചെയ്ത് അതേ അളവിൽ തന്നെ ബാക്ക് സൈഡും കഴുത്ത് മാർക്ക് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് അടിഭാഗത്തേക്ക് ഒരു 2 ഇഞ്ച് അടിഭാഗത്തേക്ക് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അത് കട്ട് ചെയ്യാണ്. ഓക്കെ ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയൊരു ഓപ്പണും വരുന്നുണ്ട്, ഒരു കുളത്തും വരുന്നുണ്ട്. ഈ ഭാഗം ഉൾഭാഗമാണ് കേട്ടോ. ഈ ഇൻറ്റിട്ട ഭാഗം ഉൾഭാഗമാണ്. ഈ ഉൾഭാഗത്ത് വെച്ച് അടിക്കുക. അങ്ങനെ ഈ സെൻറ്ററിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഇറക്കിയിട്ട് ഒരു മാർക്കിങ് കൊടുത്തു. കറക്റ്റ് ആ സെൻറ്ററിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യുക. സെൻറ്ററിൽ കറക്റ്റായിട്ടൊരു ലൈന് മാർക്ക് ചെയ്യണത് അതേപോലെ. എന്നിട്ട് ഒരു 3 ഇഞ്ച് കറക്റ്റായിട്ട് ഇതിലിങ്ങനെ അടിക്കുകയാണ്. ആ ലൈനിൻ്റെ ആ കറക്റ്റ് സെൻറ്ററിൻ്റെ 2 സൈഡ് കൂടി അടിച്ചെടുക്കാണ്ട് എന്നിട്ട് അടിച്ച് മറിക്കണ്ട, കട്ട് ചെയ്ത് കണ്ടാൽ ഞാൻ കാണിച്ചു തരാം, കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് ലൈനിങ് ഇങ്ങനെ വെക്കുക. വെച്ചിട്ട് ഈ ബാക്ക് പീസ് ഇങ്ങനെ വെക്കുക. ഈ ഏറ്റവും മുകളിൽ ഭാഗം ഈ ഇൻറ്റിട്ടില്ലേ അതാണ് ടോപ്പിൻ്റെ ഉൾഭാഗം, അതായത് ചീത്തവശം എന്ന് പറയും. എന്നിട്ട് ഇതേപോലെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് കുറച്ച് തെറ്റിയിട്ട് അടിക്കുകയാണ്. അതായത് ഒരു സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ച് വീതിയിൽ അടിച്ചുകൊണ്ട് ഇങ്ങനെ സ്ലോപ്പാക്കി കൊണ്ടുവരും അടിഭാഗത്ത്. എന്നിട്ട് ഇതുപോലെ ഇതേപോലെ അടിച്ചെടുക്കട്ടോ. ഇതാകും ഇതേപോലെ തന്നെ വരിക. ഇവിടുന്ന് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇപ്പുറത്ത് കൂടി ഇങ്ങനെ കൊണ്ടുപോകും. ഓക്കെ ഞാൻ അതിൻ്റെ സെൻറ്റർ കറക്റ്റായിട്ടാണ് കട്ട് ചെയ്യുക. ആ സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടരുത്. ആ പോയിൻ്റ് കറക്റ്റായി കിട്ടും വേണം, സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടാനും പാടില്ല. എന്നിട്ട് ആ കഴുത്തിൻ്റെ എക്സ്ട്രാ ലൈനിങ് പീസൊക്കെ കട്ട് ചെയ്ത് വെക്കണേ. ഇതേപോലെ. എന്നിട്ട് ഇതിന് മറിക്കട്ടോ വെല്ലേ.
ഇത് മറിക്കണമെങ്കിൽ കറക്റ്റായിട്ട് കിടക്കണമെങ്കിൽ ആ സ്റ്റിച്ചിങ്ങിന് ചാരി വരെ വെട്ട് എത്തണം അടിഭാഗത്ത്. എന്നാൽ സ്റ്റിച്ചിങ്ങുമ്പോൾ തട്ടാൻ പാടില്ല. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. കറക്റ്റായിട്ട് അതിൻ്റെ തെല്ലിലൂടെ എൻഡിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ, മേലെ കൂടെ. അപ്പോൾ അതാ ഇതുപോലെ വരും. ഓക്കെ, അവിടെ ഒരു കുളത്ത് വെക്കാനാണ്, അല്ലെങ്കിൽ തല കൊള്ളൂല ഈ ഫ്രോക്ക് ഇടാൻ. അങ്ങനെ കഴുത്തടിക്കാം കേട്ടോ. അങ്ങനെ കഴുത്തും ലൈനിങ്ങും പാടെ കൂട്ടിക്കാണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഇതുവരെ അടിച്ചെടുക്കുക. നമ്മൾ ഫ്രണ്ട് അടിച്ച അതേ അളവിൽ തന്നെ അടിച്ചെടുക്കുകയാണ്. ഇനി ഇത് ഫ്രണ്ട് ഫിറ്റ് ചെയ്യണം. ഫ്രണ്ടും ബാക്കും കൂടെ ഷോൾഡർ ഒപ്പം വെച്ചുകൊണ്ട് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ആദ്യം ഒന്ന് ചെയ്തു. രണ്ടാമത്തെ ഷോൾഡറും ഫ്രണ്ടും ബാക്കും ഒപ്പം വെച്ചുകൊണ്ട് ജോയിൻറ്റ് ചെയ്യാണ്. ഇനി കഴുത്ത് പൈപ്പ് ചെയ്യാണ്. ഫുള്ളായിട്ട് റൗണ്ടിൽ ഇങ്ങനെ പൈപ്പ് ചെയ്തെടുക്കുക. അതിന് വേണ്ട ഒരു 1.25 ഇഞ്ച് വീതിയുള്ള ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗം മടക്കടിച്ചിട്ടുണ്ട്. ആ മടക്കടിക്കാത്ത ഭാഗം ഈ കഴുത്തിൻ്റെ ഈ പീസും ഇതുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ അടിക്കട്ടെ. ഈ കാണേണ്ട രൂപത്തിൽ സ്റ്റിച്ച് ചെയ്യുക. ഈ കഴുത്തിൻ്റെ ഈ വെട്ടിയ ആ പീസും ഈ പൈപ്പിൻ്റെ പീസും ഒപ്പം വെച്ചുകൊണ്ട് ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കഴുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് റൗണ്ടിൽ ആ പീസ് വെച്ചുകൊണ്ട് എക്സ്ട്രാ ഉള്ള ആ തുമ്പിന് കട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കണ്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കണ്ട് പൈപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പൈപ്പിങ് ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരുപാട് വീഡിയോയിൽ നമ്മൾ പൈപ്പ് ചെയ്തിട്ടുണ്ട്. പല മോഡലും അടിച്ചിലൊക്കെ പൈപ്പിങ് വരുന്ന മോഡലുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും പൈപ്പ് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ കഴുത്ത് അതുപോലെ പൈപ്പ് ചെയ്തു. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ 2 റിഗാളും, ഓക്കെ, കൈ ഇതിനില്ല. അപ്പോൾ ഈ 2 റിഗാളും അതേപോലെ തന്നെ പീസ് വെച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് മറിച്ച് പൈപ്പ് ചെയ്യാണ് കേട്ടോ. അതേപോലെ 2 സൈഡും ചെയ്യുക. 2 സൈഡും ചെയ്തു കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കുകയാണ്. ഇതേപോലെ 2 സൈഡും ഒപ്പം വെച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് കുറച്ചിന് സ്റ്റിച്ച് ചെയ്യുക. ഏകദേശം ഒരു 3-4 ഇഞ്ചിനും സ്റ്റിച്ച് ചെയ്യുക. ഇത്ര സ്റ്റിച്ച് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ലൈനിങ്ങൾ മാറ്റി കൊടുക്കുക. ലൈനിങ് സൈഡിക്ക് വെക്കുക. കുറച്ചൊന്നും സൈഡിക്ക് തെന്നി വെക്കുക. ഇതാവും, ഞാൻ കാണിച്ചു തരാം. ഈ 2 പീസ് ഒപ്പം വെക്കുക. ടോപ്പിൻ്റെ പുറത്തേക്ക് വരുന്ന പീസില്ല, ആ 2 പീസ് മാത്രമേ അടിക്കുന്നുള്ളൂ. ലൈനിങ് സൈഡിക്ക് മാറ്റി വെക്കുകയാണ്. അതേപോലെ അടിഭാഗത്തെ ലൈനിങ്ങും സൈഡിക്ക് കുറച്ചും കഴിച്ച് വെക്കുക. അതാ, ഒന്നായിട്ട് കഴിച്ച് വെക്കാൻ പറ്റില്ല, കുറച്ച് ഒന്ന് സ്ലോപ്പിൽ കുറച്ചിന് കഴിച്ച് വെച്ചിട്ട് ആ ടോപ്പിൻ്റെ പുറത്തേക്ക് വരേണ്ട പീസ് മാത്രമേ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. അതായത് ലൈനിങ് വേറെയും ആ ടോപ്പിൻ്റെ പീസ് വേറെയും സൈഡ് അടിക്കാനാണ്. അപ്പോൾ അതുപോലെ വരും, ലൈനിങ് വേറെ കിടക്കുകയാണ്. എന്നിട്ട് പിന്നെ ലൈനിങ് പിന്നെ രണ്ടാമത് സ്റ്റിച്ച് ചെയ്യുക. സൈഡ് ലൈനിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അടിച്ച് പോരുക. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ലൈനിങ് മാത്രം എടുത്തിക്കാണ്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അതൊരു ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. സൈഡ് അടിച്ചത് ഇതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിൻ്റെ ബോട്ടന് മടക്കി അടിക്കണം. അടിഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കണം കേട്ടോ. ഇതേപോലെ ചെറുതായിട്ട് 1/4 ഇഞ്ചിൽ ഡബിൾ ഫോൾഡ് ചെയ്ത് കണ്ട് അടിക്കുകയാണ്. പിന്നെ ഫുള്ളായിട്ട് അടിക്കുക കേട്ടോ. അടിഭാഗം അടിക്കുക. അത് അടിച്ചെടുത്തു. ഇനി രണ്ടാമത് അതിൻ്റെ ലൈനിങ്ങും അതേപോലെ തന്നെ മടക്കി അടിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ ഒരു ഫ്ലവറും വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. നല്ല ഒരു അടിപൊളി ഭംഗിയുള്ളൊരു ടോപ്പ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. വളരെ സിമ്പിളാണ്. ആ പ്ലീറ്റ് ഫസ്റ്റ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.